ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് ഞങ്ങൾ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്, 7:30. സോ എനിക്കിന്ന് ലീവാണ്. അത് മാത്രമല്ല, ഇന്ന് ഈടമോൻ്റെ പ്ലേ സ്കൂളിൽ പ്രവേശനോത്സവമായിട്ട് കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ പേരൻസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം രാവിലെ അതിന് പോകേണ്ട തയ്യാറെടുപ്പിലൊക്കെയാണ് ഞങ്ങൾ. ചില സമയത്ത് നോർമലി കുഞ്ഞ് എഴുന്നേറ്റ് അവന് ചൂച്ചണമെന്ന് പറയും, കൊണ്ടുപോകും. പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കും. ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ കുറച്ച് നേരം ഫോണിലിരുന്നപ്പോഴേ കളിപ്പാട്ടം എല്ലാം എടുത്തുണ്ട് ബെഡിലോട്ട് വെച്ചു. ഉണ്ടോ? ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഇടമോനെ. ആശാന് വേറെ എന്തൊരു മൈൻഡില്ല. ഗുഡ് മോർണിംഗ്. വേണ്ടായോ? ഹായ് പറഞ്ഞേ. വേണ്ടായോ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ എഴുന്നേറ്റ് ഡോറ് തുറന്ന് വരുമ്പോൾ നമ്മൾ നട്ട ചെടികളും അതിലുണ്ടായ പൂവും കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ അത് മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ ചെടികൾ നടുന്നതും ഒക്കെ. പക്ഷേ ഒരു പരിധിയുണ്ട് എനിക്ക് ചെടികൾ നടുന്നത്. കാരണം ഫ്ലാറ്റിലായതുകൊണ്ട് മാത്രം ചെടിച്ചട്ടിയിൽ വെക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ചെടികൾ മാത്രമാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഞാനൊരു ഇപ്പം 2 മാസമായിട്ട് യൂസ് ചെയ്തത്. പിന്നെ ഡോട്ടാക്കിയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ പ്ലമ്മിൻ്റെ ഞാൻ ആദ്യം 2 മാസമായിട്ട് ഞാൻ ഈ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അവിടെ വലിയ പാക്കറ്റ് ഉണ്ടോ നോക്കി, പക്ഷേ അവിടെ ഇല്ല. പക്ഷേ തീരുമ്പോൾ വാങ്ങേണ്ടി വരും. ഞാൻ പിന്നെ പെട്ടെന്ന് തീരും. ഞാൻ കുറച്ച് ഇതായിട്ട് നിൽക്കും. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആണെങ്കിൽ ആ സമയത്ത് 2% സിംപ്ലി ബ്രൈറ്റ് ഫേസ് വാഷ് വിത്ത് ഹൈഡ്രോണിക് ആസിഡ് 50 ml. 50 ml ആണ്. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എനിക്ക് എൻ്റെ ഫേസിന്. എൻ്റെ ഫേസ് വെച്ച് ഓയിലി ഫേസ് ആണ്, പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഹൈഡ്രേറ്റഡ് നല്ല മോയ്സ്ചർ നല്ല ഫേസ് വാഷാണ് പ്ലമ്മിൻ്റെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാം മസ്റ്റ് ട്രൈ. ഇതെൻ്റെ ഒരു ഹോൺസ്റ്റഡ് റിവ്യൂ ആണ്. ഇപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിൻ്റെ വ്യത്യാസം കണ്ടില്ലേ. ഇച്ചിരി നല്ല കൂൾ ആൻഡ് ബ്രൈറ്റ്. ഇറ്റ്സ് വെരി ബെസ്റ്റ്. മസ്റ്റ് ബൈ. എനിക്ക് ഷുഗർ ഒരുപാട് കുറച്ചാണ്. എനിക്ക് വലിയ ഷുഗർ വേണ്ട. അതുകൊണ്ട് ഷുഗർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നേ ഏതെടുത്തോ. ഏടൻ്റെ ചില കാര്യം അവന് വേറെ ഏടൻ മോന് ഒരുപാട് കളിപ്പാട്ടം താണ്ട് ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും ഏടിന് വേണ്ട. കണ്ടോ, ഇതെല്ലാം അടുക്കി വെച്ച കളിപ്പാട്ടം എല്ലാം നണ്ട് കൊണ്ട് ഇവിടെ നിരത്തിയിട്ടുണ്ട്. ഏടിന് ആ കളിപ്പാട്ടമൊന്നും വേണ്ട. ഏടമോന് മമ്മിയുടെ കൂടെ കിച്ചണിൽ നിന്ന് ചൂല്, ഏടമോൻ്റെ കുറേ സാധനമുണ്ട് കളിക്കുന്ന മമ്മിയുടെ കിച്ചണിൽ. ഈ കബോർഡിനകത്തിരിക്കുന്ന പല സാധനവും പാത്രങ്ങളും എല്ലാം പുറത്ത് വെച്ചാണ് ഏടൻ കളിക്കുന്നത്. അത് മാത്രമല്ല, ഇത് കണ്ടോ, ഇതാണ് ഏടമോൻ ഇപ്പം വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് നടക്കുന്നത്. ചൂല് ഇവിടെ അടുക്കി വെച്ചിരുന്നതാണ്. നേരെ എടുത്ത് നട്ട് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എന്ത് ചെയ്യും വേണ്ട കണ്ടോ. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടില്ലയോ, അവൻ്റെ ഫേവറേറ്റ് കണ്ടോ, തേങ്ങ. ഫ്രിഡ്ജ് എപ്പോഴും തുറക്കും, വെറുതെ തുറക്കുക, തേങ്ങ എടുക്കുക. അതിനകത്ത് ഒന്നും ഇരിപ്പില്ല. അങ്ങനെ അവന് കഴിക്കാൻ പറ്റുന്ന ഒന്നും ഇരിപ്പില്ല. പക്ഷെ എപ്പോഴും ഫ്രിഡ്ജ് തുറക്കുക, അത് നോക്കുക. കണ്ടോ, ഇപ്പം തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിക്കാൻ എന്താണ് ഗൈസ് വേണ്ട ആണ്. കണ്ടോ, എൻ്റെ കുഞ്ഞിൻ്റെ മുടി കണ്ടില്ലേ. ഇത് ഞങ്ങൾ വളർത്തുമല്ല, വെട്ടാൻ സമ്മതിക്കത്തില്ല. ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ മുടി വെട്ടുന്ന മെയിൻ ആൾ കുഞ്ഞിൻ്റെ പ്ലേ സ്കൂളിലെ ടീച്ചറാണ്.
അപ്പോൾ ആ ടീച്ചർ ഒരു വിധത്തിലൊക്കെ ഞങ്ങൾ ഇവിടെ വെട്ടാൻ സമ്മതിക്കത്തില്ല. ബാർബർ ഷോപ്പിൽ ഞങ്ങൾ കൊണ്ടുപോയാലും ഇവിടെ ഈ ഹെയർ കട്ട് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പക്ഷേ ഈ ഫ്രണ്ട് ടീച്ചർ അങ്ങനെ ഇരിക്കുമ്പോൾ അനുവാദം പോലും ചോദിക്കത്തില്ല. കാരണം ടീച്ചർ തന്നെ പറയും, ദൈവം മേഡമോനെ നോക്കാൻ പോലും പറ്റത്തില്ല, അവൻ ഇങ്ങനെ നോക്കുന്നത്. കാരണം മുടി അത്രയും കണ്ടുകൊടുക്കാൻ കുഞ്ഞിന് ബുദ്ധിമുട്ടാണ്. അത് ടീച്ചർ തന്നെ ഫ്രണ്ടിലത്തെ ഹെയർ എല്ലാം ടീച്ചർ തന്നെ കട്ട് ചെയ്യും. അങ്ങനെ കണ്ടില്ലേ, കണ്ടോ ഹെയർ വളർത്തി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, കണ്ടോ എൻ്റെ കുട്ടിയുടെ ഹെയർ വളർന്ന് വെച്ച്. ഇനിയിപ്പം അത് എന്തായാലും കടയിൽ കൊണ്ടുപോയി അവനെ കരയിപ്പിച്ച് വെട്ടുന്ന കാര്യം നടക്കുന്നത്. കാരണം ഹെയർ അല്ലേ, വെട്ടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഷേപ്പൊക്കെ മാറി അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാരണം അവൻ കണ്ടത് അത്രയ്ക്ക് ഇതാവും. പക്ഷെ ടീച്ചർ ഒരു വിധത്തിൽ അവനെ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ മുടി വെട്ടുന്നതാണ്. അപ്പം സോ അങ്ങനെ. അയ്യോ എൻ്റെ ചായ ഇപ്പം തിളച്ച് പോയേനെ. ഓക്കെ, അങ്ങനെ ഞാൻ ചായയൊക്കെ എടുത്ത് ഞങ്ങൾ കഴിക്കട്ടെ, പിന്നെ കാണാം. ബൈ. പോളിയോ അതാരാ? അതെന്തോ മോനെ, അതെന്തുവാ? മമ്മിക്ക് തരാമോ? നേരെ ഇരിക്കും. മമ്മി പറഞ്ഞിട്ടുണ്ട് ആഹാരം കഴിക്കുമ്പോൾ നേരെ ഇരുന്നേ. നേരെ ഫിത്തിയോടെ ഇവിടെ ചാരി ഇരിക്കുക, സോഫയുടെ സോറി. ബാബാ എന്നാ കുടിച്ചോണ്ട് കളിക്ക്. വായോ, നമ്മുടെ ഗുഡ് ബോയ് ആണോ? നമുക്ക് എന്നിട്ട് ടാറ്റ പോകണം, സ്കൂളിൽ പോകണം, പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ കാണണം. എന്തുവാ കുഞ്ഞു, പാലത്തിന് ഇഷ്ടമാണോ? ആണോ? എത്ര ഇഷ്ടമാണ്? 2 ഇഷ്ടമാണോ? എൻ്റെ ഇടമോനെ പാല് 2 ഇഷ്ടമാണ് പറയാം. പിന്നെ സെഫിയുടെ കൈ കൊണ്ട് മുറിയും. അയ്യോ കൈ പോകണം. അമ്മ പാടുന്നു പറയും. അങ്ങനെയാണ് ഇക്കി വന്ന് കുടിക്കുന്നത്. ആണോ? ഹായ് ഗായ്സ് എന്ന് പറഞ്ഞേ. ഹായ് ഗായ്സ് എന്ന് പറഞ്ഞേ. നീന. വെരി ഗുഡ്. ഞങ്ങളുടെ രണ്ടുപേരും ഫോട്ടോ അവിടെ ഇരിക്കുന്നു, എൻ്റെ അച്ഛൻ ഹസ്ബൻഡ്. അപ്പൊ അത് കണ്ടിട്ടാ പറയുന്നത് നീന പപ്പയെന്ന്. അതിനകത്ത് എന്നെ നീനെന്ന് കയറി വിളിക്കുന്നത് ആശാന്. വീടല്ലേ എഴുമോനെ? ആ പപ്പ. നീനേ ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ മമ്മി വെരി ഗുഡ് ബോയ് പറയും. അതെന്തുവാ? നോ, ഇതെന്തുവാ? നോ, പശുവാണോ അത്? അത് ക്യാപ്. ഇതെന്തുവാ? അതാണ് ഇവിടെ മോനെ പശു. ഫിനിഷ് ആക്ക് ഗുഡ് ബോയ് ആവും. ഗുഡ് ബോയ് എന്ന് നമുക്ക് പറയണം. എല്ലാവരും കുഞ്ഞിനെ ഗുഡ് ബോയ് പറയും. ഇതെന്തുവാ? ഇത്
സ്ലീപ്പിംഗ് ടൈം അതൊക്കെ ഒരുപാട് കംഫർട്ടാണ് ഈടിന്. രാവിലെ മുതൽ അങ്ങനെ പുതിയ പരസ്യമൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേ സ്കൂളാണ്. കാരണം എനിക്ക് കുഞ്ഞിനെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ വിട്ടിട്ട് ഞാൻ എപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നോ അപ്പോൾ എനിക്ക് കുഞ്ഞിനെ വിളിച്ചോളൂ വരാം. അതുവരെ കുഞ്ഞ് അവിടെ ഞാൻ ജോലിക്ക് പോകുന്നത് വേറൊരു വഴിയില്ല. കാരണം അവിടെ വിട്ടേ പറ്റത്തുള്ളൂ. എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഗ്യാപ്പും വരും. സോ അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. രാവിലെ 7-ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതിപ്പം വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കുഞ്ഞിന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കൊടുത്തു വിടുന്ന ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. രാവിലെ ഞാനിപ്പോൾ ഒരു മുട്ട വാട്ടി കൊടുത്തു വിടും. കാരണം കുഞ്ഞിനെ വാട്ടി കൊടുത്തു വിടാൻ കാരണം വാട്ടി കൊടുക്കും. കാരണം അത് അങ്ങനെ കൊടുക്കാൻ കാരണം അവന് പുഴുങ്ങിക്കഴിഞ്ഞാൽ അവന് അതിൻ്റെ മഞ്ഞ് കഴിക്കത്തില്ല, വെള്ളം മാത്രം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് വാട്ടിക്കഴിഞ്ഞാൽ മൊത്തം ഉടച്ചോ മിക്സാക്കി കൊടുക്കുമ്പോൾ അവനെ കുടിച്ചോളും. പുഴുങ്ങിക്കഴിഞ്ഞാൽ വെള്ളം മാത്രം, മഞ്ഞ് തന്നെ കഴിക്കത്തില്ല. സോ ഞാൻ നല്ല രീതിയിൽ വാട്ടി ഉടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത്തപ്പഴം കൊടുക്കും. പിന്നെ ഗ്ലാസ് പാൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് പാൽ കൊടുത്തു വിടും. കാരണം പ്ലേ സ്കൂളിൽ നമുക്ക് ബീഫുണ്ട്. അപ്പം നിമിഷം ടൈം ആകുമ്പോൾ അങ്ങനെ അവിടെ അതിനെ കുട്ടി കൊടുക്കും. പിന്നെ കഴിക്കാനുള്ള സ്നാക്സ് കൊടുക്കും. റൈസ് കുറച്ച് നെയ്യും കൂടി ഒഴിക്കും. അങ്ങനെ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈടമോന് ഇടാനുള്ള ഡ്രസ്സ് 2 പാൻറ്റും 3 പാൻറ്റും 1 ടവല് 2 ബനിയന്. ഇതാണ് ഈടമോൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ഡ്രസ്സും എടുത്ത് പാക്ക് വെച്ചിട്ട് അവന് ഒളിച്ച് റെഡിയാക്കിയിട്ട് കാണാം. അമ്മ bye bye. Bye bye. See you. See you. ഓക്കെ നോക്ക് സ്കൂളിൽ പോയിട്ട് വരാമെന്ന് പറ. കൊണ്ട് വരാം. ഓക്കെ ബൈ. ചേച്ചിയോടൊക്കെ നിന്നേ അങ്ങനെ ഞാൻ കുഞ്ഞിനെ പ്ലേ സ്കൂളിൽ വിട്ടു. പ്ലേ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോരുവാണ്. പ്ലേ സ്കൂളിൽ നിന്ന് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ പായസം ഉണ്ടായിരുന്നു. പിന്നെ ഈടമാൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ വഴക്കൊന്ന് കിട്ടിയാലോ എന്ന് വെച്ച് ഞാനെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ കുഞ്ഞിനെ പോയി വിളിക്കണം. ഓക്കെ റൂം കിട്ടി.